ഹലോ ഗായ്സ്, ഇറ്റ്സ് മിഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 കളർ ബാഡ്ജ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഡെൽറ്റ എടുക്കാം. വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഡെൽറ്റ എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ 3 പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈറ്റും ഗ്രീനും ഓറഞ്ചുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി 3 പേപ്പർ ഒരുമിച്ച് വെച്ച് 12 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്ററാണ്. ഇനി ഇത് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. 3 ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്, അപ്പം വേയാവും. ഇനി ആദ്യം ഇതുപോലെ 12 2 സെൻറ്റിമീറ്റർ ആയിട്ട് അടയാളപ്പെടുത്താം. അപ്പം ഇപ്പുറം ഒന്നും കൂടി നന്നാക്കുന്നുണ്ട്. അതും കൂടി വരച്ചിട്ട് രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ രണ്ടാമത് വരച്ചത് കട്ട് ചെയ്യാം. ഇനി മൂന്നാമത് വരച്ചത് വൈറ്റ് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് വേണ്ടത്. വൈറ്റ് 2 എണ്ണവും ബാക്കി 2 3 എണ്ണവും. ഇനി ഒരു വൈറ്റ് പേപ്പർ പീസ് എടുക്കാം. അതിനെന്തെങ്കിലും മൂടി വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് മോൾ ഭാഗം ഫെവിക്കോൾ ആക്കാം. എന്നിട്ട് അവിടെ ഓറഞ്ച് ഒട്ടിക്കാം. ഇനി ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ ആക്കാം. ഇനി ആ പേപ്പറിനെ മറ്റേ അറ്റം ഇവിടത്തേക്ക് തന്നെ ഒട്ടിക്കാം. അപ്പം ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി ഇത് വേഗാൻ വേണ്ടിയിട്ട് അമ്മ ഗമ്മാക്കുന്നുണ്ട്. അപ്പം ഇനി വൈറ്റ് ഒട്ടിക്കാം. അപ്പം എവിടെയും വൈറ്റ് ഒട്ടിച്ച് അവിടെ ഒരു ഗ്രീനാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ട് അത് മടക്കി കൊടുക്കാം. ഇനി ഈ വരച്ചതിൻ്റെ സെൻട്രലെല്ലാം ഗമ്മാക്കാം. എന്നിട്ട് അവിടെ ഇപ്പുറം ഓറഞ്ച് ഒട്ടിക്കാം. അതിൻ്റെ താഴെ ഗ്രീൻ ഒട്ടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിലാണ് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് അതും ഇതേപോലെ മെല്ലെ പശയാക്കിയിട്ട് മടക്കി കൊടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അശോക ചക്രം വെക്കണം. അത് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടുക്ക ഉള്ളതാണ്. ഇനി സെൻറ്ററിൽ ഗമ്മാക്കിയിട്ട് നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി റിബൺ പോലെ വെക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് 15 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ സൈഡ് 2 സെൻറ്റിമീറ്ററുള്ള ഒരു പേപ്പർ കട്ട് ചെയ്യാം.
അപ്പം 2 വേണം, അതുകൊണ്ട് ഇപ്പുറം കൂടി വരക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇത് 2 ആക്കിയിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഓറഞ്ചും ഗ്രീനും പേപ്പർ എടുക്കാം. അതിൽ 3/4 സെൻറ്റിമീറ്റർ ഒരു ഭാഗം 15 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളത് കട്ട് ചെയ്യാം. ഇതേ അളവിൽ 2 വേണം, 2 ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ഇത് 2 ആക്കി മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ വൈറ്റ് പേപ്പറിൻ്റെ മുകളിൽ ഇത് ഒട്ടിക്കാം. ഓരോ പേപ്പറായിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരു സൈഡ് ഓറഞ്ചും മറ്റേ സൈഡ് ഗ്രീനുമാണ് ഒട്ടിക്കുന്നത്. നടുക്ക് വൈറ്റ് തന്നെ വെക്കണം. അങ്ങനെ നമ്മൾ ഇത് 2 റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു റിബണിൻ്റെ മുകളിൽ ഗമ്മാക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ റിബൺ ഒട്ടിക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഗമ്മാക്കിയിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി താഴെ ഭാഗം എങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. അങ്ങനെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബാഡ്ജാണ്. ഇനി ഇതിലേക്ക് പിന്നും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഇനി അതിൽ ഗമ്മാക്കിയിട്ട് പിന്ന് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒട്ടിക്കാം. എന്നിട്ട് നല്ലോണം അവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ അന്നത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തിട്ട് കാണാം.